ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത സെക്ഷൻ ഈക്വൽ കോഡ്സ്. ഈക്വൽ കോഡ്സ് എന്ന പേരിൽ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്, ഒരേ കോഡുകൾ, ഒരേ ലെങ്ത് ഉള്ള കോഡുകൾ. ഇതാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് കോഡ്സ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ഈക്വി ഡിസ്റ്റൻസ്, ഒരേ ഡിസ്റ്റൻസിൽ. കോഡ്സ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ, സെൻറ്ററിൽ നിന്നും ഒരേ അകലത്തിലുള്ള കോഡുകൾക്ക് ഒരേ ലെങ്ത് ആണ്. അപ്പം നമ്മൾ സെൻറ്ററിൽ നിന്നും ഒരേ അകലത്തിലുള്ള രണ്ട് കോഡുകൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ കോഡുകൾ രണ്ടും ഒരേ ലെങ്ത് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ രണ്ട് കോഡുകൾ കൺസിഡർ ചെയ്യുന്നു, എ ബിയും സി ഡിയും. അതായത് സെൻറ്ററിൽ നിന്നും, സെൻറ്റർ ഞാൻ ഒ എന്ന് ചെയ്യുന്നു, അപ്പോൾ ഒയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡുകളാണ് എ ബിയും സി ഡി. നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ നോക്കിയാൽ, ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ പല അകലങ്ങൾ വരും അല്ലേ, ഇതിലോട്ടുള്ള അകലങ്ങൾ. അതിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബിയിലേക്ക് ഒയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഒ പി, അതായത് ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ. അതേപോലെ സി ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഒ ക്യു എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് വെച്ച് ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യു ആണ്. നമ്മളിവിടെ ഒ എയും ഒ സിയും ജോയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ആവശ്യം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒ എ ഇസ് ഈക്വൽ ടു ഒ സി എന്താണ്? റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ, ഒരേ സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട്. ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യു, നമുക്കത് ഗിവൺ ഫാക്റ്റ് ആണ്. എന്ത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് കോഡ്സ് ആർ ഓഫ് ഈക്വി ഡിസ്റ്റൻസ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഗിവൺ ഫാക്റ്റ്. ആംഗിൾ എ പി ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ക്യു ഒ. ഈ ആംഗിൾസ് രണ്ടും ഈക്വലാണ്. എന്താ അത് രണ്ടും ഈക്വൽ എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ഓഫ് 90 ഡിഗ്രി, 90 ഡിഗ്രിയും കൂടെ. ഇപ്പം നോക്കിക്കേ, ഇത് രണ്ട് റൈറ്റ് ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസും ഒരു സൈഡും ഇതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസിനും ഒരു സൈഡിനും ഈക്വൽ ആയതുകൊണ്ട് RHS തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ പി ഒ ആൻഡ് ട്രയാങ്കിൾ സി ക്യു ഒ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. When triangles are equal, side opposites to equal angles are equal. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഇവിടെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സി ക്യൂവും എ പിയും ഈക്വൽ ആണ്. അപ്പോൾ എ പി ഇസ് ഈക്വൽ ടു സി ക്യു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തതാണ്. എ പിയുടെ ഡബിളും സി ക്യൂവിൻ്റെ ഡബിളും അപ്പോൾ ഈക്വൽ ആയിരിക്കുമല്ലോ. എ പി എന്ന് പറയുന്നത് എന്താണ്? എ ബിയുടെ ഹാഫാണ്. അതിന് കാരണം എന്താ? പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു ദി കോഡ് ബൈസെക്ട് ദി കോഡ്. അത് വെച്ചിട്ട് എ പി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ എ പി എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫാണ്, അല്ലെങ്കിൽ എ പിയുടെ ഇരട്ടിയാണ് എ ബി. അപ്പോൾ 2AP ഇസ് ഈക്വൽ ടു എ ബി. അതുപോലെ 2CQ ഇസ് ഈക്വൽ ടു സി ഡി. ഇതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. Therefore കോഡ്സ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അപ്പം സെൻറ്ററിൽ നിന്നും ഒരേ അകലത്തിലുള്ള കോഡാണ് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ആ കോഡുകൾക്ക് ഒരേ ലെങ്ത് ആയിരിക്കും. നിങ്ങളുടെ പേജ് 72 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? പേജ് 72 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ തിയറത്തിൻ്റെ കോൺവേഴ്സ് എതിരെ ഉള്ളത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡുകൾക്ക് ഒരേ ലെങ്ത് ആയിരിക്കും. കോഡിൻ്റെ ലെങ്ത് ഈക്വൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിരുന്നു. ഇനി നമുക്ക് ഇപ്പം തന്നേക്കുന്ന പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കോഡുകൾ ഈക്വൽ ലെങ്ത് ആണെങ്കിൽ അത് സെൻറ്ററിൽ നിന്നും ഒരേ അകലത്തിലായിരിക്കും. അതായത് എ ബിയും സി ഡിയും ഈക്വൽ ആണെങ്കിൽ ഒ പിയും ഒ ക്യൂവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യൂവും തന്നിട്ടുണ്ട്, നമുക്ക് എ ബി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. ഇവിടെ എ ബി ഇസ് ഈക്വൽ ടു സി ഡിയും തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യൂ.
അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈക്വൽ കോഡ്സ് എ ബിയും സി ഡിയും കൺസിഡർ ചെയ്യുന്നു. ഒ പിയും ഒ ക്യൂവും അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു ദി കോഡ് ബൈസെക്ട് ദി കോഡ്. അത് വെച്ചിട്ട് പിയും ക്യൂവും എ ബിയുടെയും സി ഡിയുടെയും മിഡ് പോയിൻ്റ് ആകും അല്ലേ. അപ്പം എ ബി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം അതിനായിട്ട് എ ബിയും സി ഡിയും ഈക്വൽ ആണ്. അങ്ങനെയാകുമ്പോൾ എ ബിയുടെ ഹാഫും സി ഡിയുടെ ഹാഫും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഹാഫ് എ ബി ഇസ് ഈക്വൽ ടു ഹാഫ് സി ഡി. എ ബിയുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താകും? എ പി. സി ഡിയുടെ ഹാഫാണ് സി ക്യു. ദറ്റ് ഈസ് എ പി ഇസ് ഈക്വൽ ടു സി ക്യു. പിന്നീട് ഒ എ ഇസ് ഈക്വൽ ടു ഒ സി. എന്താണ് കാരണം? റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസും ഒരു സൈഡും അല്ലേ, ഒരു സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസും എന്ത് വെച്ചിട്ട് ഈക്വൽ ആകും? RHS തിയറം വെച്ചിട്ട് ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസും ഈക്വൽ ആകും. When triangles are equal, side opposite to equal angles, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായ ഒ പിയും ഒ ക്യൂവും ഈക്വൽ ആവും. ദാറ്റ് മീൻസ് ഒ പി ആൻഡ് ഒ ക്യു ആർ ഈക്വൽ. ഒ പി ഒ ക്യു എന്താണ്? ഈ കോഡുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈക്വൽ കോഡുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഒ പിയും ഒ ക്യൂവും. അവ ഈക്വൽ ആകുന്നു. ദാറ്റ് മീൻസ് ഈക്വൽ കോഡ്സ് ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം ദി സെൻറ്റർ, അല്ലെങ്കിൽ ഈക്വൽ കോഡ്സ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ. ഒരേ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡുകളാണെങ്കിൽ അതിന് ഒരേ ലെങ്ത് ആണെന്ന് പറഞ്ഞു. ഇവിടോ കോഡുകൾ ഈക്വൽ ആണെന്ന് തന്നേക്കുന്നു. അപ്പം ആ കോഡുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് കാണും. ഓക്കെ, ഇത് നമുക്ക് ഒത്തിരി അടുത്ത് ആപ്ലിക്കേഷൻ വരുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് അത് പഠിച്ചോളൂ. Okay.